കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നു. യോഗ തീരുമാനമനുസരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് പോകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ഷീജ ചേരുന്നു. ഷീജ, അടിയന്തര മന്ത്രിസഭാ യോഗം ഇപ്പോൾ സമാപിച്ചു. യോഗ തീരുമാനമനുസരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എപ്പോഴായിരിക്കും പോവുക? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ബിനു, എന്തായാലും കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഉള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു മന്ത്രിയെ കുവൈറ്റിലേക്ക് വിടാൻ തീരുമാനിച്ചു. അത് ആരോഗ്യമന്ത്രിയെ തന്നെ വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജീവൻ ബാബു IAS ആരോഗ്യമന്ത്രിക്കൊപ്പം കുവൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഏകോപിപ്പിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അടിയന്തര സഹായം, ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് അടിയന്തര സഹായവും നൽകുന്നു. അതിൽ പ്രധാനമെന്ന് പറയുന്നത് മരണപ്പെട്ടവരുടെ കുടുംബത്തിന് അടിയന്തര സഹായം എന്ന രീതിയിൽ അവർക്ക് 5 ലക്ഷം രൂപ നൽകാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ ധനസഹായം നൽകുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ നിലവിൽ സംസ്ഥാനത്തേക്ക്, അതായത് ഈ മരണപ്പെട്ടവരുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിൽ മലയാളികളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലിപ്പോൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പ്രകാരം 19 പേർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചറിയാത്തവർ ഉണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ മരണപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി നടപടിക്രമങ്ങൾ ഉണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരുമായി ഏകോപിപ്പിച്ചുകൊണ്ട് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു മന്ത്രിയെ അങ്ങോട്ടേക്ക് വിടുന്നത്. ഈ ഒരു ചുമതല നൽകിയിരിക്കുന്നതാകട്ടെ ആരോഗ്യമന്ത്രിക്കുമാണ്. ഏതായാലും അതിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി അടിയന്തരമായി തന്നെ കുവൈറ്റിലേക്ക് പോകാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നൽകിയിരിക്കുന്നത്. ബിനു.